ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. 2ാം ക്ലാസ്സിലെ മലയാളം പ്രവർത്തനങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇന്നത്തെ പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യത്തെ പ്രവർത്തനം സംഭാഷണം എഴുതാനുള്ള ഒരു പ്രവർത്തനമാണ്. സാവിത്രിക്കുട്ടിയും അച്ഛനും തമ്മിലുള്ള ഒരു സംഭാഷണം. കഥയൊക്കെ ടീച്ചർ പറഞ്ഞു തന്നിട്ടുണ്ട് അല്ലേ? എന്തായിരുന്നു? വേലുവിന് വീടില്ലാതെ കടത്തിണ്ണയിലാണ് കിടക്കുന്നത് അല്ലേ? അപ്പോൾ മഴ കൊണ്ടിട്ട് പനി വന്നപ്പോൾ സാവിത്രിക്കുട്ടി അത് അറിഞ്ഞപ്പോൾ അച്ഛനോട് എന്തോ ഒരു കാര്യം പറയുകയാണ്. അപ്പൊ നമുക്കതൊന്ന് സംഭാഷണ രൂപത്തിൽ എഴുതി നോക്കിയാലോ? സാവിത്രിക്കുട്ടി: അച്ഛാ. അച്ഛൻ: സാവിത്രിക്കുട്ടി: അച്ഛാ. അച്ഛൻ: എന്താ മോളെ? സാവിത്രിക്കുട്ടി: ഞാനൊരു കാര്യം പറഞ്ഞാൽ അച്ഛൻ സമ്മതിക്കുമോ? അച്ഛൻ: നീ പറ, എന്നിട്ട് പറയാം. സാവിത്രിക്കുട്ടി: വേലു പാവമല്ലേ അച്ഛാ, ഒരു വീട് പോലും ഇല്ല. മഴ കൊണ്ട് പനി പിടിച്ച വേലു ആശുപത്രിയിലാണത്രേ. നമുക്ക് വേലുവിന് കുറച്ച് സ്ഥലവും ഒരു കുഞ്ഞു വീടും ഉണ്ടാക്കി കൊടുത്താലോ? അച്ഛൻ: ശരി മോളെ, നമുക്ക് എല്ലാം ചെയ്തു കൊടുക്കാട്ടോ. നീ സമാധാനമായി ഇരിക്ക്. അപ്പോ അച്ഛനും സാവിത്രിക്കുട്ടിയും കൂടിയുള്ള സംഭാഷണം ഇതുപോലെ തന്നെയാണോ നിങ്ങൾക്ക് തോന്നുന്നത്? സാവിത്രിക്കുട്ടിയും അച്ഛനും തമ്മിലുള്ള സംഭാഷണം, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രീതിയിൽ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഉണ്ടെങ്കിൽ അതുപോലെ എഴുതാം ട്ടോ. ഇല്ലെങ്കിൽ ഇത് തന്നെ എഴുതിയെടുത്തോളൂ. അടുത്തത്, ഓരോ വസ്തുവും വീടിന്റെ ഏതു ഭാഗം നിർമ്മിക്കാൻ ഉപയോഗിക്കുന്നു എന്ന് എഴുതണം. മേൽക്കൂര ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെ സാധനങ്ങളാണ് ഉപയോഗിക്കുന്നത്? ഓട്, കോൺക്രീറ്റ്, ഓല, പിന്നെന്താണ്? ടാർപ്പായ അല്ലെ? പിന്നെ അലുമിനിയം ഷീറ്റ്. അപ്പൊ ഏതൊക്കെ ഭാഗങ്ങളാണ്, ഏതൊക്കെ സാധനങ്ങൾ കൊണ്ടാണ് മേൽക്കൂര ഉണ്ടാക്കുന്നത് എന്ന് നിങ്ങൾ എഴുതി നോക്കുക. അടുത്തത്, ചുവരോ? കല്ല്, ഇഷ്ടിക, മരം, പിന്നെന്താണ്? താബൂക്ക്. അങ്ങനെ വേറെ എന്തെങ്കിലും നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അത് എഴുതിക്കോളൂ ട്ടോ. തറ, ടൈല്, മരം, സിമന്റ്. ടൈല് കൊണ്ട് തറ ഉണ്ടാക്കാറുണ്ട്, മരം കൊണ്ട് ഉണ്ടാക്കാറുണ്ട്, സിമന്റ് കൊണ്ട്, പിന്നെ മണ്ണ് കൊണ്ട് ഉണ്ടാക്കാറുണ്ട് അല്ലേ തറ. അപ്പോൾ അത് എല്ലാം എഴുതുക ട്ടോ. ഇതില് നിങ്ങൾക്ക് വേറെ എന്തെങ്കിലുമൊക്കെ അറിയുന്നുണ്ടെങ്കിൽ ഇതിൽ ഉൾപ്പെടുത്തുക. അപ്പൊ ഇന്നത്തെ പ്രവർത്തനങ്ങൾ ഈ 2 പ്രവർത്തനങ്ങളായിരുന്നു. അപ്പൊ എല്ലാവരും പ്രവർത്തനങ്ങളൊക്കെ ചെയ്തിട്ട് ടീച്ചർക്ക് അയച്ചു കൊടുക്കുക. അപ്പോൾ മറക്കാതെ തന്നെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സൈഡിലുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്തിട്ട് ഓൾ അമർത്തുക കേട്ടോ. വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തെന്നായാലും അത് കമന്റിൽ അറിയിക്കുക. അപ്പൊ ഇനി അടുത്ത ക്ലാസ്സിൽ കാണുന്നത് വരെ എല്ലാവർക്കും ബൈ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.